ശരീരഭാരം കുറക്കാനും കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കാനും പലരും ആദ്യം തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് ഷുഗർ ഒഴിവാക്കുക എന്നുള്ളത്. മധുര പലഹാരങ്ങൾ ഉപേക്ഷിച്ചും ചായ മധുരമിടാതെ കുടിച്ചുമൊക്കെ പലരും ഷുഗർ നിയന്ത്രിക്കാറുണ്ട്. പലരും ഷുഗർ ഫ്രീ പ്രൊഡക്റ്റുകൾ വാങ്ങി അത് ഉപയോഗിച്ച് തുടങ്ങുകയും ചെയ്യുന്നതാണ്. ഇതിൽ നോ ആഡഡ് ഷുഗർ മാർക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. ഈ സാധനങ്ങളിലൊന്നും പഞ്ചസാരയുടെ അളവ് ഉണ്ടാകില്ലെന്നുള്ള വിശ്വാസത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഷുഗർ ഫ്രീയും നോ ആഡഡ് ഷുഗറും ഒന്നാണോ? എന്തൊക്കെയാണ് ഇവ തമ്മിലുള്ള വ്യത്യാസമെന്ന് പരിശോധിക്കാം. പഞ്ചസാരയുടെ അളവ് 0.5 ഗ്രാമിൽ കുറവായ ഭക്ഷണ വസ്തുക്കളെയാണ് ഷുഗർ ഫ്രീ എന്ന് പറയുന്നത്. ഇവയിൽ മറ്റു ഷുഗർ കണ്ടന്റുകളൊന്നും ചേർത്തിട്ടുണ്ടാകില്ലെങ്കിലും ആസ്പെർട്ടേം, സ്റ്റീവിയ തുടങ്ങിയ കൃത്രിമ മധുരങ്ങൾ ചേർത്തിരിക്കാൻ സാധ്യതയുണ്ട്. നോ ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തെന്ന് വെച്ചാൽ പ്രോസസ്സിങ്ങിൻ്റെയോ പാക്കിങ്ങിൻ്റെയോ സമയത്ത് പഞ്ചസാര ചേർക്കാത്ത ഉൽപ്പന്നങ്ങളെയാണ് നോ ആഡഡ് ഷുഗർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. പ്രത്യേകമായി ഇവയിൽ പഞ്ചസാര ചേർത്തിട്ടില്ലെന്ന് മാത്രമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിദത്തമായി ഉണ്ടായേക്കാവുന്ന പഞ്ചസാരയുടെ അളവ് അതേപോലെ തന്നെ ഈ ഭക്ഷണങ്ങളിൽ കാണുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ വാങ്ങുന്ന ജ്യൂസ് ബോട്ടിലിൽ നോ ആഡഡ് ഷുഗർ എന്ന് ലേബൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലെ പഴത്തിൻ്റെ മധുരം ഈ ജ്യൂസിനുണ്ടാകുന്നതാണ്. ഇനി നോ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ഇതിൽ ഏതാണ് നല്ലതെന്ന് നോക്കാം. ഷുഗർ ഫ്രീ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് നല്ലത്. ഇവ കലോറിയും പഞ്ചസാരയുടെ ആസക്തിയും കുറക്കാൻ സഹായിക്കും. കൃത്രിമ മധുരങ്ങൾ അധികകാലം കഴിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത് നോ ആഡഡ് ഷുഗർ ഉൽപ്പന്നങ്ങളാണ്. പ്രകൃതിദത്തമായിട്ടുള്ള മധുര പദാർത്ഥങ്ങളാണ് ഇവയിൽ അടങ്ങിയിരിക്കുന്നത്. പഞ്ചസാര മിതമായ അളവിൽ കഴിക്കുന്നത് ദോഷകരമല്ലെങ്കിലും ഇവ അമിതമായാൽ ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണ്. അതുകൊണ്ട് പഞ്ചസാര ഒഴിവാക്കിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ നോ ആഡഡ് ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക.